നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ക്ഷേമ പെൻഷൻ അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. വലപ്പാട് ബീച്ച് അത്താണി ശ്രീനാരായണ ലൈബ്രറിയിൽ നടന്നു വന്നിരുന്ന വായനക്കളരി സമാപിച്ചു. തെക്കഞ്ചേരി പുളിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര കാഞ്ഞിരച്ചുവട് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. വാർത്തകളിലേക്ക് വിശദമായി. ക്ഷേമ പെൻഷൻ അട്ടിമറിക്കാൻ CPM നീക്കം എന്നാരോപിച്ച് തൃത്തല്ലൂർ സർവീസ് സഹകരണ ബാങ്കിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. UDF സർക്കാർ മെയ് 25-ന് സഹകരണ സംഘങ്ങൾക്ക് പെൻഷൻ വിതരണത്തിനായി പണം നൽകിയിരുന്നു. CPM നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങൾ മാത്രം പെൻഷൻ വിതരണം വൈകിപ്പിക്കുകയായിരുന്നു എന്നാണ് ആരോപണം. ട്രഷറിയിൽ മെയ് 25-ന് ക്രെഡിറ്റ് ചെയ്യപ്പെട്ട സംഖ്യ കേരള ബാങ്കിൽ നിന്നും പ്രതിഷേധ പ്രകടനം നടക്കുന്ന സമയത്താണ് 40 ലക്ഷം രൂപ ഡിമാൻഡ് ചെയ്യുന്നത്. വലിയ പെരുന്നാൾ ആഘോഷവേളയിൽ പെൻഷൻ തുക ഉപയോഗിക്കാൻ കഴിയാത്തത് തികച്ചും നിരുത്തരവാദപരമാണെന്ന് പ്രതിഷേധക്കാർ അറിയിച്ചു. പ്രകടനത്തിൽ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് KV സിജിത്ത്, വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഗിൽസ തിലകൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഹസീന താജു, മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ ഉമ്മർ PA, AT റഫീഖ്, ബാഹുലയൻ PK, സുനിൽ വാലത്ത്, ഷാഫി PK, അനിൽരാജ് IR, ചന്ദ്രൻ TK, KSU ജില്ലാ സെക്രട്ടറി അൻസാർ PU, ഷംസു KM എന്നിവർ സംസാരിച്ചു. UDFിൻ്റെ സർക്കാർ എല്ലാ സഹകരണ സംഘങ്ങൾക്കും മെയ് 25-ന് തന്നെ ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെട്ടു. വിതരണം ചെയ്യുന്നത് CPM അധീനതയിലുള്ള ബാങ്കിലെ തൊഴിലാളികൾ, അതായത് സഖാക്കളാണ് പൊതുജനങ്ങൾക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നത് തടയുന്നത്. ഈ നീതി നിഷേധത്തിനെതിരെ കോൺഗ്രസ് തൃത്തല്ലൂർ സഹകരണ ബാങ്കിലേക്ക് ഈ കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ട് പോവുകയാണ്. ബാങ്ക് അക്കൗണ്ടിലേക്ക് പേഴ്സണലി ഉള്ള ബാങ്ക് അക്കൗണ്ടിലേക്കുള്ള പെൻഷൻ എല്ലാവർക്കും 25-ാം തീയതി 26-ാം തീയതി ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്ത സഹകരണ സംഘമായ വലപ്പാടുള്ള സഹകരണ സംഘത്തിൽ വിതരണം പെരുന്നാളിന് മുമ്പ് തന്നെ മുഴുവൻ ആളുകൾക്കും പെൻഷൻ വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. വാടാനപ്പള്ളിയിലും അതിലോ ചില പ്രദേശങ്ങളിലും CPM അധീനതയിലുള്ള ബാങ്കുകളൊന്നും തന്നെ ഈ പെൻഷൻ വിതരണം ചെയ്യാത്ത ഒരു നടപടിയാണ് മുന്നോട്ട് പോവുകയാണ്. പെരിങ്ങോട്ടുകര പുഴയ്ക്കാലത്ത് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയും പുനഃപ്രതിഷ്ഠയും നടത്തി. ഗണപതി ഹോമം, കലശപൂജ, കലശാഭിഷേകം, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. ഭഗവതിയുടെയും ഉപദേവന്റെയും പ്രതിഷ്ഠാ ചടങ്ങുകളും തുടർന്ന് നിലവിലുള്ള ദേവിയുടെയും ഉപദേവന്മാരുടെയും പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളും ക്ഷേത്രം തന്ത്രി ബാലചന്ദ്രൻ എമ്പ്രാന്തിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നിർവഹിച്ചു. അന്നദാനവും ഉണ്ടായിരുന്നു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് സുകുമാരൻ PK, സെക്രട്ടറി രജീഷ് PS, ട്രഷറർ സുഷിൻ PM എന്നിവർ നേതൃത്വം നൽകി.
വലപ്പാട് ബീച്ച് അത്താണി ശ്രീനാരായണ ലൈബ്രറിയിൽ രണ്ടാഴ്ചയായി നടന്നു വന്നിരുന്ന വായനക്കളരിയുടെ സമാപനം നടത്തി. ലൈബ്രറി കൗൺസിൽ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് വി.ഡി. പ്രേംപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഞാനൊക്കെ പി.ടി.എ പ്രസിഡന്റായിട്ട് കണ്ടശാല സ്കൂളിലൊക്കെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഇവരൊക്കെ വന്നിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കും. പക്ഷെ ഓരോ കൊല്ലം കഴിയും തോറും ഇത് ഉപയോഗിക്കുന്ന കുട്ടികളെല്ലാം വർദ്ധിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതത്ര ഫലപ്രദമല്ല വസ്തു. അതേ സമയത്ത് ഇങ്ങനത്തെ കൂട്ടായ്മ ഇതിനൊറ്റ ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ അവസാനിപ്പിക്കും. ഇപ്പം തന്നെ ഞാൻ നേരെ കൂടെ എൻ്റെ നാട്ടിൽ മിഡ്ലാൻഡ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ വായനശാല കൂടാതെ തന്നെ മിഡ്ലാൻഡ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ് ഉണ്ട്. ഫുട്ബോള്, ക്രിക്കറ്റ് ഇതിനാണ് താല്പര്യം. പക്ഷെ ആ പ്രദേശത്തുള്ള 100 കണക്കിന് വരുന്ന കുട്ടികൾ യൂത്ത് മുഴുവൻ അതിൻ്റെ ഒപ്പം ഉണ്ട്. അതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ അവിടെ ഒരിക്കലും ഒരു വർഗീയ പാർട്ടിക്ക് അവിടെ കടന്നു വരാൻ പോലും പറ്റില്ല. ഇവരൊക്കെ വളരെ സെക്യുലർ ആയിട്ടുള്ള കുട്ടികളായിട്ടാണ് വളരുന്നത്. അവർ ഒരു ജാതി വിവേചനം എല്ലാവരും ഭയങ്കര ഐക്യവും ഇതൊക്കെ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്ന വലിയ പരിപാടിയും. ലൈബ്രറി പ്രസിഡന്റ് സുരേഷ് പട്ടാലി അധ്യക്ഷനായി. വായനക്കളരിയിൽ തയ്യാറാക്കിയ കയ്യെഴുത്ത് മാസിക വേനൽ പച്ച ചടങ്ങിൽ പ്രകാശനം ചെയ്തു. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങളും വിതരണം ചെയ്തു. വായനക്കളരിക്ക് നേതൃത്വം നൽകിയ ബിൻസി ടീച്ചറെ ചടങ്ങിൽ ആദരിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് സജിത്ത് വേളയിൽ, ശ്യാം പത്തായക്കാട്ടിൽ, സുരേഷ് ചെരുവിൽ, ഷീജ മുരളി, അനിത, ഷൈനി സജിത്ത്, ഷിജു എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗാനാഞ്ജലി അരങ്ങേറി. 1200-ൽ 1200 മാർക്ക് നേടി +2 പരീക്ഷയിൽ മിന്നും ജയം നേടിയ കെ.ആർ. ആര്യയെ ഫെഡറൽ ബാങ്ക് പെരിങ്ങോട്ടുകര ശാഖയുടെ നേതൃത്വത്തിൽ വീട്ടിലെത്തി അനുമോദിച്ചു. ബ്രാഞ്ച് മാനേജർ സുനി കെ, അസിസ്റ്റന്റ് മാനേജർ ഷിബിൻ അബ്ബാസ് പി, സനീഷ് സത്യൻ എന്നിവർ നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനം നടത്തിയ കെ.ആർ. ആര്യയ്ക്കാണ് +2-ൽ 1200-ൽ 1200 മാർക്ക് ലഭിച്ചത്. കിഴിപ്പള്ളിക്കര ഹെൽത്ത് സെന്ററിന് സമീപം കൊളക്കാട്ടിൽ രാധാകൃഷ്ണന്റെയും സൗമ്യയുടെയും മകളാണ് കെ.ആർ. ആര്യ. ചെറിയൊരു പെരിങ്ങോട്ടുകര എന്ന ഗ്രാമത്തിൽ 1200-ൽ 1200 മാർക്ക് മേടിച്ച കൊച്ചു മിടുക്കിയാണ്. ഫെഡറൽ ബാങ്കിൻ്റെ വക എല്ലാവിധ ആശംസകളും നേർന്നു. ഇവിടെ വന്ന് ഇങ്ങനെ ഒരു സമ്മാനം നൽകിയ ഫെഡറൽ ബാങ്കിൻ്റെ എല്ലാ ഉദ്യോഗസ്ഥർക്കും എൻ്റെ നന്ദി. SNDP യോഗം വാടനപ്പള്ളി ശാഖയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും പഠനോപകരണ വിതരണവും നടത്തി. SNDP യോഗം ബോർഡ് മെമ്പർ പ്രകാശ് കടവിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് CG രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മെമന്റോ നൽകി ആദരിച്ചു. LKG മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി. ബാലജന യോഗം അംഗങ്ങളായ ഗൗരി, ഭദ്ര, വേദിക തുടങ്ങിയവർ ദൈവദശകം പ്രാർത്ഥന ആലപിച്ചു. ശാഖാ സെക്രട്ടറി BN നാരായണ ബാബു, രാഹുലൻ KA, സുനിൽകുമാർ CV, ബബിത, CM രഘുനാഥ്, സുഗതൻ ഐക്കാരത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിഡന്റും സെക്രട്ടറിയും മാത്രം വിചാരിച്ചാൽ എല്ലായിടത്തും ഓടിയെത്തുക അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ ഒരു 3-4 ശാഖയുടെ വലിപ്പമുള്ളതാണ് ഈ ശാഖ. 4 ശാഖകളായി പിരിയേണ്ട ശാഖയാണെങ്കിലും അത് ഒറ്റ ശാഖയായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും, മൈക്രോ ഫിനാൻസിന്റെ ആളുകളും എല്ലാവരും കൂടി, വനിതാ സംഘത്തിന്റെ ആളുകളും എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പോയെങ്കിൽ മാത്രമേ ഈ ശാഖയുടെ പ്രവർത്തനം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം കൂടി നിങ്ങൾ മുൻകൂട്ടി കാണേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെ ശാഖയുടെ ഒരു സ്ഥലം വാങ്ങിക്കാനും അതിനുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മേ ബി എനിക്ക് തോന്നുന്നത് അഡ്വാൻസ് ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അഡ്വാൻസ് ചെയ്യാവുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലെ ഇനി അത് കഴിഞ്ഞ് അഡ്വാൻസ് ചെയ്തു കഴിഞ്ഞോ എന്നുള്ളത് എനിക്കറിയില്ല. സ്ഥലം വാങ്ങാനായിട്ടുള്ളത് അത്രത്തോളം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തുതന്നെയായാലും നമ്മളുടെ ശാഖ നന്നായി പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു അഭിമാനം തോന്നേണ്ടതാണ്. കയ്പമംഗലത്ത് കുടുംബ വഴക്കിനെ തുടർന്നുള്ള വൈരാഗ്യത്താൽ യുവാവിനെ ബിയർ കുപ്പി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തു. പ്രധാന പ്രതിയായ കയ്പമംഗലം വഞ്ചിപ്പുര സ്വദേശി കോഴിപ്പറമ്പിൽ വീട്ടിൽ ശരത്തിനെ നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നാണ് ലുക്കൌട്ട് സർക്കുലർ പ്രകാരം തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൂട്ടുപ്രതികളായ കയ്പമംഗലം വഞ്ചിപ്പുര സ്വദേശികളായ തറയിൽ വീട്ടിൽ മിഥുൻ, പുളിക്കൽ വീട്ടിൽ മുകേഷ്, ഹരി എന്നിവരെയും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. ഇക്കഴിഞ്ഞ 27-നാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. കയ്പമംഗലം പുന്നക്കച്ചാൽ സ്വദേശി കോഴിപ്പറമ്പിൽ വീട്ടിൽ സൂരജിനെയാണ് ആക്രമിച്ചത്. സൂരജ് ബൈക്കിൽ പോകുമ്പോൾ ശരത്ത് പ്രകോപിപ്പിക്കുകയും ബൈക്കിൽ നിന്നിറങ്ങിയ സൂരജുമായി തർക്കിക്കുകയും തർക്കത്തിനൊടുവിൽ ശരത്ത് ബിയർ കുപ്പി കൊണ്ട് സൂരജിനെ തലയ്ക്കടിക്കുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SHO KT ബിജിത്ത്, ASI രാജേഷ്, CPOമാരായ സുനിൽ, ജോസഫ്, വിപിൻ ദാസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്.
മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം. 9ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം 2026. കേരള വിഷൻ വരിക്കാരുടെ മക്കളിൽ SSLC +2 എല്ലാ സിലബസുകളിലെയും ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും മൊമെന്റോയും നൽകും. അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കും നിങ്ങളുടെ അടുത്തുള്ള കേരള വിഷൻ ഓപ്പറേറ്ററുമായി ബന്ധപ്പെടുക. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120, 048724022020. Manappuram Geeta Ravi Public School, the joy of learning. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ വിഷു അക്ഷയ തൃതീയ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വേണാട് ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. പെരിങ്ങോട്ടുകര കരുവാങ്കുളം ശ്രീ ഭദ്രകാളി മഠം ട്രസ്റ്റ് ശ്രീ ഭുവനേശ്വരി നാഗക്കാവിൽ സൗജന്യ പുസ്തക വിതരണവും ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കലും സേതുലക്ഷ്മി ടീച്ചർ നയിക്കുന്ന ഭഗവത്ഗീത ഓറിയന്റേഷൻ ക്ലാസ് നടന്നു. ഗുരുവായൂർ സഞ്ജീവനി ട്രസ്റ്റ് പ്രസിഡന്റ് ഹരിനാരായണസ്വാമി മുഖ്യപ്രഭാഷണം നടത്തി. ശ്രീ ഭദ്രകാളി മഠം മാനേജിംഗ് ട്രസ്റ്റിയും ആചാര്യനുമായ രാജീവ് ശാന്തി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ട്രസ്റ്റ് പ്രസിഡന്റ് ഷനിത ജിജീഷ്, വൈസ് പ്രസിഡന്റുമാരായ പ്രദീപ് കെ ബി, അംബിക അജയൻ കണ്ണോളി, ട്രഷറർ രജനി കൃഷ്ണൻ, അജയൻ കണ്ണോളി, സെക്രട്ടറി റീജ അജയൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇവിടെ ഈ ഭദ്രകാളി മഠത്തിന്റെ നേതൃത്വത്തിൽ രാജീവ് ശാന്തിയുടെ നേതൃത്വത്തിലെ ഒരു ഗീത ഓറിയന്റേഷൻ ക്ലാസും കഴിഞ്ഞ SLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങും നടക്കുകയാണ്. ഈ ദിവസം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ SLC പാസ്സായ അല്ലെങ്കിൽ അല്ലാത്തവർക്ക് എല്ലാവർക്കും ഇന്നിവിടെ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരുടെയും മനസ്സിൽ ജീവിതത്തിൽ കുറിച്ചിടേണ്ട ഒരു ദിവസമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. കാരണം ഒരു അമൂല്യമായിട്ടുള്ള നിധി ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത് ഭഗവത്ഗീതയെ കുറിച്ച്. താന്നി യുവജന കലാവേദി ഹോമിയോ ഹോം എന്ന സ്ഥാപനത്തിന്റെ സഹായത്തോടെ പുസ്തകോത്സവം സംഘടിപ്പിച്ചു. എല്ലാ വർഷവും LKG മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് യുവജന കലാവേദി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു വരുന്നുണ്ട്. താന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പറും യുവജന കലാവേദി പ്രസിഡന്റുമായ സതി ജയചന്ദ്രൻ അധ്യക്ഷയായി. ഷിഹാബ് പൂവാമ്പറമ്പിൽ പുസ്തകം കൈമാറൽ ചടങ്ങ് നിർവഹിച്ചു. തുടർന്ന് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. രക്ഷാധികാരി TK പരമേശ്വരൻ, സെക്രട്ടറി KK ബിജു, ഖജാൻജി PR സുരേന്ദ്രനാഥ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രോത്സാഹനം നൽകുക എന്നൊരു കാര്യം കൂടി, ദൗത്യം കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് യുവജന കലാവേദി മുന്നോട്ട് പോകുന്നത്. അപ്പൊ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ എല്ലാ കാര്യങ്ങളിലും നേരിട്ടിടപെട്ടുകൊണ്ട് സമൂഹത്തിന് മാതൃകയായി പ്രവർത്തിക്കുന്നു. എല്ലാ കാര്യങ്ങളും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ. ഈ പുസ്തകോത്സവം തന്നെ, പുസ്തകത്തിൽ കാണുമ്പോൾ നമുക്ക് അറിയാതെ എത്രയോ പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത കേരളമാണെങ്കിലും പ്രയാസങ്ങൾ ചിലപ്പോൾ ഇനി വന്നുകൂടായില്ല. നിലവിൽ പ്രയാസങ്ങൾ ഇല്ലായിരുന്നു, ഇനി ചിലപ്പോൾ പ്രയാസങ്ങൾ വന്നു ചേരാം. അപ്പൊ അങ്ങനെ പ്രയാസങ്ങളില്ലാത്ത കാലത്ത് ജീവിച്ച നമ്മൾക്ക് ഇനി പ്രയാസങ്ങൾ വരുമ്പോൾ ആ പ്രയാസം വലിയൊരു കാര്യമായി മാറാൻ പോകും. ഞാൻ ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയധികം പുസ്തക സമാഹരണം നടത്തിക്കൊണ്ട് സാധാരണക്കാരായ കുട്ടികൾക്ക് വിതരണം ചെയ്യുക എന്നത് തന്നെ വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ്. പെരിങ്ങോട്ടുകര വടക്കുമുറി തെക്കഞ്ചേരി പുളിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര കാഞ്ഞിരച്ചുവട് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. അഭിഷേകം, മലർനിവേദ്യം, ഗണപതി ഹോമം, കലശപൂജകൾ, കലശാഭിഷേകം എന്നിവ നടന്നു. തുടർന്ന് താന്യം പെരിങ്ങോട്ടുകര ബാലമുരുകയുടെ ചിന്തുപാട്ടുണ്ടായിരുന്നു. തുടർന്ന് ഉച്ചപൂജ, പ്രസാദ വിതരണം, പ്രസാദ ഊട്ട് എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി കോഴിക്കോട് കാഞ്ഞിരക്കോട്ടില്ലം ജയശങ്കരൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു.
വൈകിട്ട് വീരനാട്യം, മറ്റ് കലാപരിപാടികളും ഉണ്ടായിരുന്നു. ക്ഷേത്രം സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് മണികണ്ഠൻ കൊട്ടാരത്തിൽ, സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ BS, ട്രഷറർ TR രജീഷ് എന്നിവർ നേതൃത്വം നൽകി. കോരിക്കുഴി ദേശം ശ്രീ ഭഗവതി മഹാക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് നവഗ്രഹ ശാന്തി ഹോമം, വരുണപൂജ, വരുണകലശ സമർപ്പണം, ഭഗവതി സേവ, വിളക്കെഴുന്നള്ളിപ്പ് തുടങ്ങിയവ നടന്നു. ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുകുമാരൻ തന്ത്രി ഞാറയ്ക്കൽ, മേൽശാന്തി കലേഷ് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് KK ശേഖരൻ, ക്ഷേത്ര ഭാരവാഹികളായ KM വിജയൻ, PV പ്രതാപൻ, ദിവാകരൻ കുറുപ്പത്ത്, KS സന്തോഷ്, KR രഘുനാഥൻ, സഹദേവൻ, PK കുട്ടൻ, KK പ്രതാപൻ, മണി കാവുങ്ങൽ, മാതൃസമിതി ഭാരവാഹികളായ പ്രീതി ഉത്തമൻ, ജിഷ ഉണ്ണികൃഷ്ണൻ, സിനി, അജിത സത്യൻ എന്നിവർ നേതൃത്വം നൽകി. ശാന്തി ഗുരുവാണ് ക്ഷേത്ര ഈ വൃക്ഷങ്ങൾ, ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങൾ നമുക്ക് നമ്മൾ ചിന്തിച്ചാൽ ഓരോന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് അറിവിന് ജ്ഞാനം ചെയ്യുന്നത് ആരാണോ, അറിവ് പറഞ്ഞു വരുന്നത് ആരാണോ, അവരെല്ലാം ഗുരുക്കന്മാരാണ്. ഒരുപക്ഷെ ഞങ്ങൾക്ക് നിങ്ങൾ ഗുരുവാണ്, ഞങ്ങൾക്കറിയാൻ പറ്റും, നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് അറിവ് കിട്ടും. അപ്പം എല്ലാ പിള്ളേരും സാക്ഷാൽ പരബ്രഹ്മ ഗുരു ആദ്യം സങ്കല്പിക്കുക. കാരണം ഈശ്വരനാരാണെന്നും ഗുണദോഷങ്ങൾ എന്താണെന്നും ഉപദേശിക്കുന്നതാണ് ഗുരു, സാക്ഷാൽ ജ്ഞാനമൂർത്തി. ഗുരു കൃപ ലഭിയാതെ അറിവില്ല, ഗുരുവിന്റെ അനുഗ്രഹമില്ലെങ്കിൽ അറിവുണ്ടാവില്ല. അറിവില്ല ഞാൻ സുഖമില്ല, അറിവില്ലെങ്കിൽ മനസ്സമാധാനം ഉണ്ടാവില്ല. ഈശ്വരനെന്നും ഗുരുവെന്നും രണ്ടല്ല ഒന്ന് തന്നെ. ഇനി പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ക്ഷേമ പെൻഷൻ അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. വലപ്പാട് ബീച്ച്, അത്താണി ശ്രീനാരായണ ലൈബ്രറിയിൽ നടന്നു വന്നിരുന്ന വായനക്കളരി സമാപിച്ചു. തെക്കഞ്ചേരി പുളിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര കാഞ്ഞിരച്ചുവട് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.